വാളയാർ പെൺകുട്ടികളുടെ മരണത്തിൽ നിയമപോരാട്ടം നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കുമ്പോൾ മൂത്ത പെൺകുട്ടിയുടെ മരണത്തിന് ഇന്ന് 8 വർഷം തികയുകയാണ്. CBI രണ്ടാം അന്വേഷണ സംഘം പെൺകുട്ടികളുടെ അമ്മയെ പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതോടെ കേസ് കൂടുതൽ സങ്കീർണമാവുകയാണ്. 2017 ജനുവരി 13-നാണ് വാളയാർ പെൺകുട്ടികളിൽ 13 വയസ്സുള്ള മൂത്ത പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേ വർഷം മാർച്ച് 4-നായിരുന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ മരണവും. മൂത്ത പെൺകുട്ടി മരിച്ച് 8 വർഷം തികയുമ്പോൾ കേസ് തന്നെ വഴിത്തിരിവിലാണ്. മക്കളുടെ മരണത്തിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് സമരരംഗത്തുള്ള വാളയാർ പെൺകുട്ടികളുടെ അമ്മയും വളർത്തച്ഛനും കേസിൽ പ്രതികളായി. CBI രണ്ടാം അന്വേഷണ സംഘം നൽകിയ കുറ്റപത്രത്തിലാണ് ഇവർ കൂടി പ്രതികളായത്. പോക്സോ ആക്ട് പ്രകാരം പീഡന വിവരം അറിഞ്ഞിട്ടും അധികൃതരെ വിവരം അറിയിച്ചില്ല എന്ന കുറ്റത്തിനാണ് പ്രതികളായത് എന്നാണ് വിവരം. എന്നാൽ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിശോധിക്കാതെയാണ് CBIയുടെ നടപടിയെന്ന് അഭിഭാഷകനായ രാജേഷ് മേനോൻ പറയുന്നു. അവരെ പ്രതി ചേർക്കാനുണ്ടായ സാഹചര്യം എന്തെന്ന് ഇപ്പോഴും അവ്യക്തവുമാണ്. മുമ്പുണ്ടായിരുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കോടതിയിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവരെ പ്രതി ചേർക്കേണ്ട നടപടിക്രമമാണ് CBI ചെയ്തതെങ്കിൽ അത് നിലനിൽക്കാനുള്ള സാധ്യതയും വളരെ ദുർബലമാണ്. അപ്പോൾ ഈ കേസ് ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് ഇതിൻ്റെ അന്വേഷണഗതി മാറിയോ എന്ന് ന്യായമായും സംശയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കേസിൻ്റെ പോക്കുള്ളത്. കേസിൽ പ്രതികളായതോടെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പെൺകുട്ടികളുടെ അമ്മയും വളർത്തച്ഛനും. അമ്മ പ്രതിയാണെങ്കിൽ ആദ്യ മരണം അന്വേഷിച്ച് നടപടിയെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരും പ്രതികളാണെന്ന് രാജേഷ് മേനോൻ പറയുന്നു. പ്രതിപട്ടിക നീട്ടുകയാണെങ്കിൽ ആ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകരും ടീച്ചർമാരും ഒക്കെ ഈ കുട്ടികളുടെ സ്വഭാവത്തിൽ വ്യതിയാനം കാണുകയും ഈ സംഭവങ്ങളെക്കുറിച്ച് അവർക്ക് അറിഞ്ഞിരിക്കാനുള്ള സാധ്യതയും അവരറിഞ്ഞിരിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. അങ്ങനെയുള്ള സാക്ഷികളും ഈ കേസിലുണ്ട്. അപ്പോൾ അവരും ഈ കേസിലേക്ക് അങ്ങനെയാണെങ്കിൽ പ്രതിപട്ടികയിൽ ഇവരോടൊപ്പം വരേണ്ട ആളുകളാണ്. അതിനു പുറമെ ഈ കേസിൻ്റെ തുടക്കത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഇനി ബാക്കി ഒരു കേസിലും ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞ് അന്വേഷിക്കാൻ പോലും പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ ഉണ്ട്. അദ്ദേഹം വേണ്ട തെളിവുകൾ എടുത്തിട്ടില്ല, തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഇതിനൊക്കെ അയാൾ ഉത്തരവാദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തെളിവ് നശിപ്പിച്ചാൽ അദ്ദേഹവും ഈ പ്രതിപട്ടികയിൽ വരേണ്ട ആളല്ലേ? മൂത്ത പെൺകുട്ടിയുടെ ഓർമ്മ ദിവസമായ ഇന്ന് സമരസമിതി അംഗങ്ങൾ വാളയാറിൽ ഒത്തുകൂടും. CBI രണ്ടാം അന്വേഷണ സംഘവും കേസ് അട്ടിമറിച്ചെന്നാണ് ഇവരുടെ ആരോപണം. ഇക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാണ് ആലോചന. എന്തായാലും കേസ് കൂടുതൽ സങ്കീർണമായതോടെ പെൺകുട്ടികൾക്ക് നീതി വൈകുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.